രാജി ചേച്ചി ചേട്ടൻ്റെ പേര് പറഞ്ഞു അശോക്. ഈ യാത്ര കൊറങ്കോട്ട ദ്വീപിലുള്ള, അതായത് കൊച്ചിയിൽ കൊറങ്കോട്ട ദ്വീപിലുള്ള മാംഗ്രൂവ് വില്ലയിലേക്കാണ്. എന്തായാലും മാംഗ്രൂവ് വില്ലയിലായിരുന്നു 2 ദിവസം ഞങ്ങൾ സ്റ്റേ ചെയ്ത്. അടിപൊളിയായിരുന്നു. എന്തായാലും വീഡിയോ കാണുക, ഇഷ്ടപ്പെട്ടവരെ വിളിക്കുക, നിങ്ങൾ കോൺടാക്ട് ചെയ്ത് അവിടെ പോയി ഒന്ന് വിസിറ്റ് ചെയ്യുക, എൻജോയ് ചെയ്യുക, അത്രേ പറയാനുള്ളൂ. എന്തായാലും വീഡിയോ മുഴുവനായിട്ട് കണ്ടേക്കുക. ഓക്കെ, മുഴുവൻ എടുത്തിട്ടില്ല, എന്നാലും ഓടിച്ചിട്ടെടുത്തിട്ടുണ്ട്, അത് കാണുക. അശോ എന്നെ രാജി ചേച്ചി കൂടി നടത്തണുണ്ട്, ഇത് കണ്ടല്ലോ അല്ലേ? എവിടെ ചന്ദനമരം ഉണ്ടെന്ന് പറഞ്ഞിട്ടോ? അതെല്ലേ, കട്ട നല്ല ഉപ്പാണ്, നല്ല ഉപ്പാണല്ലേ? ഓക്കെ. ആ ആ ഇനി വേണ്ട, നമ്മൾ വന്ന് എവിടെ ഇറങ്ങി അടിപൊളിയാണ് കേട്ടോ. ബാക്കി സ്ഥലങ്ങളൊക്കെ കാണിച്ചു തരാം. അത് 25 കൊല്ലം, ഇത് 15 കൊല്ലം. ഇത് പക്ഷെ 15 കൊല്ലത്തിൻ്റെ ഒട്ടും ഒന്ന് അത്ര ആവുള്ളൂ, അല്ലെങ്കിൽ വളർച്ച കുറവാണ്. ഏത് ചന്ദനമരത്തിൻ്റെ? ആഹാ, തൈയാണ്. ഉണ്ട്, ചന്ദനമരത്തിൻ്റെ തൈയാണ്. ഏതാണ്? രക്തേന്ദ്രം അല്ലേ? ഓക്കെ. അല്ലേ, ഇത് ശരിക്കും നേരത്തെ വീടായിരുന്നു അല്ലെങ്കിൽ? അതെ, അതെ. അപ്പൊ ആ ടൈമിൽ ചേട്ടൻ്റെ ആണോ അല്ലെങ്കിൽ അപ്പൂമ്മമാരായിട്ട്? ഓക്കെ. ആ അടിപൊളി. ഒരു ഫാമിലി ആയിട്ട് വന്നാൽ പിള്ളേർക്ക് കളിക്കാനുള്ള സെറ്റപ്പ്. പിള്ളേർ നോക്കണം, അപ്പുറം ഇപ്പുറമൊക്കെ ചുറ്റും വെള്ളമാണ്. വെള്ളത്തിലും തീയിലും സൂക്ഷിക്കണം എന്നുള്ളതാണല്ലോ എൻ്റെ ജീവിതത്തിലൊരു അനുഭവമുള്ളതാണ്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്, ഇപ്പം പറയാനുള്ള. ഇതാണോ ഇവിടെ അടിച്ചു പൊളിക്കാനൊരു സ്ഥലമൊക്കെ ഉണ്ട്. വീട്ടിൽ ഒന്നും പറയാനില്ല. ആ ആ ആ ഏത് നേരാണ്? ബോൾ കാട്ടി. ആ ആ ഓക്കെ. ആ അല്ലേ, നമ്മളവിടെ നിന്ന് ഇറങ്ങി കുറേ ഇപ്പം ചന്ദനമരം അതിൻ്റെ തയ്യൊക്കെ കാണിച്ചു തന്നിരുന്നു. അങ്ങോട്ടൊക്കെ പോയിരുന്നു. ഇതുണ്ടോ, ഇവിടെയും ഓപ്ഷൻ കേട്ടോ. പിന്നെ അവിടെ ഇരുന്ന് വേണമെങ്കിൽ ചൂണ്ടിടാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പുറത്തിടരുത്, അപ്പുറത്ത് കെട്ടാണ്, നാട്ടുകാർ തല്ലും. നോക്കിക്കോട്ടോ, ഇതൊന്നും തുറന്ന് കാണിച്ചു തരാം. ഇവിടെ ഇങ്ങനെ ഒരു സെറ്റപ്പ് ഒക്കെ ഉണ്ട് കേട്ടോ, കണ്ടോ? അടിപൊളിയുണ്ടോ? ഫാമിലി ആയിട്ട് വന്ന് ഇപ്പുറത്ത് പൊളിക്കാൻ നിങ്ങൾക്ക് ഇതുണ്ടോ. പിന്നെ ഇവിടെയൊക്കെ കുറച്ച് പണിയൊക്കെ നടക്കണോണ്ടാണ് ഇങ്ങനെ ഇരിക്കണം. ക്യാമ്പ് ഫയർ ഒക്കെ സെറ്റ് ചെയ്യാൻ വേണമെങ്കിൽ അത് ഇവിടെ മാത്രമല്ല, ഓപ്പൺ എയറിൽ വേണമെങ്കിൽ അവിടെ സെറ്റ് ചെയ്യാം. ഇതിൻ്റെ ഉള്ളൊന്ന് കാണിച്ചു തരാം കേട്ടോ. നമ്മൾ വന്ന സ്ഥലം കണ്ടല്ലോ, നേരെ ഇതിൻ്റെ ഉള്ളിൽ ഞാനൊന്ന് ഓടിച്ചിട്ട് കാണിച്ചു തരാം. ഇതുണ്ടോ, അടിപൊളിയുണ്ടോ? ഇത് AC ഒക്കെ ഉണ്ട്, നീറ്റ് ആൻഡ് ക്ലീനാണ്. അപ്പോൾ തന്നെ ബാത്റൂമൊക്കെ ഉണ്ട്. ഇത് ഇവിടെ ഒരു ബെഡ്റൂമാണ് കേട്ടോ. അയ്യോ, അത് വിട്ടുപോയി. ബാത്റൂം ഇവിടെ ഉണ്ട്, കണ്ടോ? ഒരു നല്ല ഒരു അല്ലേ, ഒരു അത്യാവശ്യം ഒരു 2-3 ഫാമിലിക്ക് ഇവിടെ താമസിക്കാനുള്ള സെറ്റപ്പ് ഉണ്ട്. ഈ ഒരു ഇത് മാത്രം കൊടുക്കണം. ഇതും അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട് കേട്ടോ. ഇത് മാത്രം കൊടുക്കണം, വിത്ത് കിച്ചണും ഉണ്ട് കേട്ടോ. അവിടെ തന്നെ കണ്ടോ, കിച്ചണുണ്ട്. അപ്പുറത്ത് വർക്കേരി എന്ന് പറയുമ്പോൾ ഇഷ്ടംപോലെ സ്ഥലം കിടക്കുന്നുണ്ട് കേട്ടോ അപ്പുറത്തേക്ക് തുറന്നു കഴിഞ്ഞാൽ. ഇതിൽ തന്നെ എനിക്ക് തോന്നുന്നു ഒരു 10 പേരോളം സുഖമായിട്ട് കഴിയാം. പിന്നെ അത് പോരാണ്ട് പുറത്ത് ഞാൻ ഒരെണ്ണം കാണിച്ചായിരുന്നു. ഇത് രണ്ടും കൂടി ഒരുമിച്ച് വേണമെങ്കിൽ അങ്ങനെയുണ്ട്, അല്ലെങ്കിൽ സെപ്പറേറ്റ് വേണമെങ്കിൽ അങ്ങനെയുണ്ട്. എന്തായാലും റേറ്റും കാര്യങ്ങളൊന്നും നമ്മൾ പറയാനുള്ള വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്, അത് ഞാൻ ഗ്യാരണ്ടി തരാം. അപ്പോൾ നിങ്ങൾക്ക് ഈ കോൺടാക്ട് നമ്പറിൽ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ വീഡിയോയിലുണ്ടാവും. ആ നമ്പറിൽ വിളിക്കുക, ആണ്ടവരായിട്ട് നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കുക റേറ്റും കാര്യങ്ങളും. ഓക്കെ. എന്താ വേറെ കുറേ സഞ്ചാരികളൊക്കെ ഇതിൽ വഞ്ചിയിലും ബോട്ടിലൊക്കെ ആയിട്ട് യാത്ര ചെയ്യുന്ന വിഷയമൊക്കെ നമുക്ക് കാണാം കേട്ടോ. അതുപോലെ തന്നെ വൈകുന്നേരങ്ങളിൽ ഇത് ഉടക്ക വില ഇട്ടുകൊണ്ടിരിക്കുകയാണ് ആ ചേട്ടന്മാർ. ഇവിടെ മാത്രമല്ല, അപ്പുറത്തും ഫിഷിങ് നടക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ ഭംഗിയായിട്ടുള്ള അല്ലെങ്കിൽ മനോഹര കാഴ്ചകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആൻ്റണി ചേട്ടൻ ഒന്ന് നോക്കിയേ, ആളെ കാണിച്ചേട്ടെ. ഇത് ആൻ്റണി ചേട്ടൻ. ആൻ്റണി ചേട്ടൻ അവിടെ മീൻ പിടിച്ചുകൊണ്ട് നിന്നപ്പോൾ ജസ്റ്റ് ഒന്ന് നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയതാണ്. നമ്മളിവിടെ ഉച്ചയ്ക്ക് വരുമ്പോൾ ഇങ്ങനെയൊന്നും വെള്ളം കയറിയിട്ടുണ്ടായില്ല കേട്ടോ. ഇപ്പോൾ വെള്ളം കയറി തുടങ്ങി, കണ്ട. ബോൾ കട്ടി ഹയാത്ത് എല്ലാം ഇവിടെ നിന്ന് കാണാം കേട്ടോ. വെളുപ്പിനെ തന്നെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഇതുപോലുള്ള മനം മയക്കുന്ന കുറേ കാഴ്ചകൾ കാണാം കേട്ടോ. ഞാൻ പക്ഷേ വെളുപ്പിനല്ല എഴുന്നേറ്റ് പക്ഷേ എന്നിട്ടും കാണാൻ പറ്റിയത് ഭാഗ്യം. കണ്ട, അങ്ങനെ ഇതൊക്കെ കണ്ട് സൂചിച്ചു ഊഞ്ഞാലേ കിടക്കുമ്പോഴാണ് അത് സംഭവിച്ചത്. എന്തെന്നല്ലേ, കണ്ടോ? പരുന്ത് പണി
ജസ്റ്റ് മിസ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. എന്തായാലും ഈ കുറങ്കോട്ട ദ്വീപിലുള്ള ഈ മാംഗ്രോവ് വില്ലയിലേക്ക് ഒരു ദിവസം നിങ്ങളെല്ലാവരും പോകണം. അടിപൊളി എൻജോയ്മെൻ്റ് ആയിരിക്കും, അത് ഗ്യാരണ്ടിയാണ്. ഫാമിലിയായിട്ട് പോവുക. എന്തായാലും അവരുടെ കോൺടാക്ട് നമ്പറും കാര്യങ്ങളും ബാക്കി ഡീറ്റെയിൽസൊക്കെ അറിയാനായിട്ട് അവരുടെ കോൺടാക്ട് നമ്പറും മറ്റും നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ കൊടുക്കുന്നുണ്ട്. കയറി കാണുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്യുക, പോയി വിസിറ്റ് ചെയ്യുക, എൻജോയ് ചെയ്യുക. അത്രേ പറയാനുള്ളൂ. ഞങ്ങൾ ഹാപ്പിയാണ് കേട്ടോ പോയിട്ട്. നിങ്ങളും ഹാപ്പി ആയിരിക്കുമെന്ന് തന്നെയാണ് വിശ്വാസം. എന്തായാലും നേരിട്ട് പോയി കാണുക, എൻജോയ് ചെയ്യുക, അത്രേ പറയാനുള്ളൂ. പിന്നെ നമ്മുടെ ചാനലിലൂടെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ആണെങ്കിൽ ഇപ്പോൾ തന്നെ ഫോളോ ചെയ്തേക്കാം. ഇതേപോലുള്ള നിങ്ങൾ അറിയേണ്ട അല്ലെങ്കിൽ നിങ്ങൾ കാണേണ്ട കാഴ്ചകളായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു, ബൈ.